ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഡിവൈഎഫ്ഐയുടെയും എഐഎസ്എഫിന്റെയും പ്രതിഷേധം. എഐഎസ്എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കേരള സർവകലാശാല ഗേറ്റിന് മുന്നിലെത്തിയത്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാരിക്കേഡ് മറികടന്ന് SFIക്കാർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു കയറിയിരുന്നു. പക്ഷേ ഇന്ന് ഡിവൈഎഫ്ഐക്കാർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് വരുന്നില്ല. യൂണിവേഴ്സിറ്റി കവാടത്തിന് വെളിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അതേസമയം എഐഎസ്എഫിന്റെ പ്രതിഷേധം യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്കായിട്ടുണ്ട്. കോമ്പൗണ്ടിനുള്ളിലാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. SFIയുടെ പ്രതിഷേധവും രാവിലെ ഉണ്ടായിരുന്നു. SFIക്കാർ ഇനി രാജ്ഭവന്റെ മുന്നിലേക്ക് പോകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കേരള സർവകലാശാല വീണ്ടും സംഘർഷഭരിതമായി മാറുകയാണ്. സംഘർഷം തുടർച്ചയായ ദിവസങ്ങളിൽ കേരള സർവകലാശാലയിൽ ഉണ്ടാവുകയാണ്. പോലീസിനെ നിയന്ത്രിക്കുന്നതിനും അപ്പുറത്തേക്ക് കേരള സർവകലാശാലയിലെ സംഘർഷം മാറുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നത് വലിയ വിമർശനത്തിനിടയാക്കിയതാണ്. ഇന്ന് പക്ഷേ എഐഎസ്എഫുകാർ വന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ തടഞ്ഞു. ഡിവൈഎഫ്ഐക്കാർ എന്തായാലും ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയാണ്. കവാടത്തിന് അപ്പുറത്തേക്ക് പോകുവാൻ ഡിവൈഎഫ്ഐക്കാർ തയ്യാറാവുന്നില്ല. പോലീസുമായുള്ള ഏറ്റുമുട്ടൽ എഐഎസ്എഫ് നടത്തിയിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും പ്രവർത്തകരെ പിരിച്ചുവിടുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സർവകലാശാല ഗേറ്റിന് വെളിയിൽ പോലീസുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുകയാണ്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ. ഡിവൈഎഫ്ഐ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗേറ്റിന് വെളിയിലാണ് ഡിവൈഎഫ്ഐക്കാരുടെ സമരം നടക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, എഐഎസ്എഫുകാരെ അറസ്റ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും നീക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഡിവൈഎഫ്ഐക്കാർ എന്തായാലും ഗേറ്റിന് അപ്പുറത്തേക്ക് കടക്കുന്നില്ലല്ലോ. ഐഎസ്എഫുകാരെ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലേക്ക് നീക്കിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആണ് പ്രതിഷേധിക്കുന്ന. പുറത്ത് അവർ പോലീസുമായി ഉന്നതലുമുണ്ടെങ്കിലും കാര്യമായി അവർ ബാരിക്കേഡ് മറികടന്ന് ഈ ക്യാമ്പസിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. അവർ ഈ ബാരിക്കേഡിന് മുകളിലാണ്. ബാരിക്കേഡിന് മുകളിലുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവർ സ്വാഭാവികമായും ഡിവൈഎഫ്ഐ സർവകലാശാല ക്യാമ്പസിൽ കടന്നാൽ മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് അത് വഴിവെക്കും. SFIയുടെ പ്രതിഷേധം വിദ്യാർത്ഥി പ്രതിഷേധമായി തന്നെ കണ്ടുപോകും. രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ വിഷയമായി ഇതിനെ കാണാം. പക്ഷേ ഡിവൈഎഫ്ഐ കൂടി കടന്നാൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഡിവൈഎഫ്ഐയെ ഈ കവാടത്തിന് പുറത്തു മതി എന്ന പ്രതിഷേധമെന്ന നിർദ്ദേശം CPM നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുന്നില്ല. അവരുടെ പ്രതിഷേധം ഈ സർവകലാശാല ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വരെ ഒതുങ്ങുന്നു. ബാരിക്കേഡിന് മുന്നിൽ വരെ അവരുടെ പ്രതിഷേധം ഒതുങ്ങുന്നു. SFIയുടെ പ്രതിഷേധമാകും പുറത്ത് ഉണ്ടാവുക. SFIയുടെ പ്രതിഷേധമാകും ഈ ഇതിനുള്ളിലേക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടത്. VC എത്തിയാൽ തടയാൻ SFI പ്രവർത്തകർ ഇവിടെ ഉണ്ട്. SFI പ്രവർത്തകർ വലിയൊരു നിര ഈ ക്യാമ്പസിനുള്ളിലുണ്ട്. അവർ ഒരുപക്ഷെ VC വരുമ്പോൾ നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ VC ക്യാമ്പസിൽ എത്തിയാൽ അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാകും.
SFI പ്രവർത്തകർ, നിരവധി പ്രവർത്തകർ ഇതിനകം തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവർ സ്വാഭാവികമായും VC ഉള്ളിലേക്ക് വന്നാൽ അവരുടെ പ്രതിഷേധമാകും ആ സമയത്ത് ഉണ്ടാകുക. ഏതായാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത്, സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് ഉള്ളത്. ASFിന്റെ പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് ഞൊടിയിടയിൽ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് അവർ വരികയും അതേ വേഗത്തിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനങ്ങളിലേക്ക് മാറ്റുകയുമായിരുന്നു. നമുക്ക് ഈ സർവകലാശാലയുടെ ഒരു പൊതു ചിത്രം കഴിഞ്ഞ ഏതാണ്ട് 1-2 ആഴ്ച സർവകലാശാലയിലെ സ്ഥിരം കാഴ്ചയാണത്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഒരു വശത്ത്, പോലീസിന്റെ വലിയൊരു നിര മറുഭാഗത്ത്, ജീവനക്കാർ പൂർണ്ണമായും ഭരണസ്തംഭനം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് നമുക്ക് ദൃശ്യങ്ങൾ ഒരുപക്ഷെ അല്പസമയത്തിന് വ്യക്തമാക്കാൻ. ജീവനക്കാർ ഏതാണ്ടെല്ലാം ഇവിടെ നടക്കുന്ന ഈ സംഘർഷം കാണാൻ പലപ്പോഴും പുറത്തു വന്നിറങ്ങുന്ന കാഴ്ചയാണ്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ പോലും നിന്നുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്. സ്വാഭാവികമായും ഭരണത്തർക്കമുണ്ട്, അധികാര തർക്കമുണ്ട്, അധികാര വടംവലിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള അവസരം കുറയുന്നു. ജീവനക്കാർ ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അവരുടെ കാഴ്ചയായി മാറുകയാണ് ഈ സർവകലാശാലയിലെ സംഘർഷങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു ജോലിയും ചെയ്യാൻ അവർക്ക് അവരുടെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല, ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നില്ല. ജീവനക്കാർക്ക് ഒരു കാഴ്ച വസ്തുവായി അല്ലെങ്കിൽ അവരുടെ ഒരു എന്റർടൈൻമെന്റായി മാറുന്നു സർവകലാശാലയിലെ സ്ഥിരം സംഘർഷങ്ങൾ. നിരവധി വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ പല ആവശ്യങ്ങൾക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കും ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളും ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ ഇതുകൂടി ഈ സർവകലാശാല കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സർവകലാശാലകളൊന്നെന്ന് പേരുകേട്ട സർവകലാശാലയാണ്. ആ സർവകലാശാല ആസ്ഥാനമാണ് ഇത്തരത്തിൽ സംഘർഷങ്ങൾക്ക് വഴിമാറുന്നത്. SFIക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുണ്ട്, അവരുടെ ന്യായം പറയാനുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരം എന്നവർക്ക് സ്വാഭാവികമായി പറയാം. ഗവർണർക്കും VCക്കും ഒക്കെ അവരുടെ നിലപാടുകളും അവരുടെ രാഷ്ട്രീയം സംരക്ഷിക്കാനുള്ള കടുത്ത നടപടികളെ മുന്നോട്ട് പോകാം. അപ്പോഴൊക്കെയും ഈ സർവകലാശാല ഇവിടെ ഇത്തരത്തിൽ അവരുടെ സർവകലാശാല പ്രവർത്തനം സ്തംഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. നമുക്ക് ഈ സർവകലാശാല ആസ്ഥാനത്ത് ഉള്ള ദൃശ്യം, ആ പ്രധാനപ്പെട്ട വാതിലിലേക്ക് സ്റ്റെപ്പുകളിൽ പോലീസിന്റെ വലിയ സാന്നിധ്യം, അത് മറികടന്ന് വേണം പ്രവർത്തകർക്ക് പ്രതിഷേധക്കാർക്ക് അകത്തെത്താൻ. അത് ഈ നേരത്തെയൊക്കെ ഈ സർവകലാശാലയുടെ മുന്നിലും ഈ പടിക്കെട്ടുകളിലും മാത്രമായിരുന്നു പോലീസെങ്കിൽ ഇപ്പോൾ ഓരോ നിലയിലും ഓരോ വാതിൽക്കലും പോലീസ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്രയധികം സംഘർഷാത്മക, ഒരുപക്ഷെ ഇത്തരമൊരു സംഘർഷ ഭൂമിയായി മാത്രം മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ജീവനക്കാർ കാഴ്ചകൾ കാണാൻ അവരുടെ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആസ്ഥാനത്തിന്റെ മട്ടുപ്പാവിൽ വരെ നിന്ന് അവർ ഈ കാഴ്ചകൾ സംഘർഷങ്ങൾ കാണുന്നു. ഓരോ വാതിലിലും ഓരോ നിലയിലും പോലീസുകാർ വലിയ സുരക്ഷാ ക്രമീകരണം. ഇത് ഈ മുൻവശം മാത്രമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങളിലൂടെ എത്തിക്കാൻ കഴിയുന്നത്. ഇതിന്റെ ചുറ്റും ഇങ്ങനെയാണ്. ഇത് ഈ വലിയൊരു ക്യാമ്പസാണ്. ക്യാമ്പസിലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ പോലീസ് അണിനിരന്നിരിക്കുന്നു. എല്ലാ വശങ്ങളിലും പോലീസ് അണിനിരന്നിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട കവാടങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട ജനലുകളിലൊക്കെ അതുവഴി പ്രതിഷേധക്കാർ അകത്തെത്തിയാൽ തടയാനുള്ള ശ്രമമാണ്. അവിടെ ഒരു ഭാഗത്ത് ജീവനക്കാർ സംഘർഷം കാണാൻ, ഈ പ്രശ്നങ്ങൾ കാണാൻ നിൽക്കുമ്പോൾ മറുഭാഗത്ത് പോലീസിന്റെ വലിയ സന്നാഹം എല്ലായിടത്തുമുണ്ട്. സർവകലാശാല അക്ഷരാർത്ഥത്തിൽ ഒരു സംഘർഷ ഭൂമിയായി മാറുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല, നൂറുകണക്കിന് വിദ്യാർത്ഥി ദിവസവും ആശ്രയിക്കുന്ന സർവകലാശാല, അവർക്ക് വന്നു പോകാൻ പോലും ഒരുപക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. നിരവധി പേർക്ക് ഓരോ ദിവസവും പഠനാവശ്യങ്ങൾക്ക്, പഠനം കഴിഞ്ഞവർക്ക്, അവർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്ക്, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിരവധി പേർ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന വന്നു പോകുന്ന ഒരു സർവകലാശാല ആസ്ഥാനമാണ് ഇത്തരത്തിൽ സംഘർഷ ഭൂമിയായി ആഴ്ചകളായി തുടരുന്നത്. VCയും ഗവർണറും അവരുടെ നിലപാട് ഉറപ്പിക്കാൻ, അവരുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ, SFIയും ഇടതുപക്ഷവും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെ അവരുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനും അവരുടെ രാഷ്ട്രീയം ഉറക്കെ പറയാനും ഒക്കെ സർവകലാശാലകളെ വേദിയാക്കുമ്പോൾ സ്വാഭാവികമായും സർവകലാശാലയുടെ ഭരണമാണ് സ്തംഭിക്കുന്നത്. ജീവനക്കാർക്ക് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ജോലി സമയത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. രജിസ്ട്രാർ